എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ആർക്കിടെക്ചറൽ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 18ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതായത് കളമശ്ശേരി, ആലുവ, തൃപ്പൂണിത്തറ, പുക്കാട്ടുപടി, പള്ളിക്കര, പെരുമ്പാവൂർ, എറണാകുളം എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്റർ ദൂരത്തായാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം ടെക്സ്റ്റൈൽ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഇനി പെൻഡിങ് ആയുള്ളൂ. ഇൻ്റർലോക്ക് കട്ടയൊഴിച്ച റോഡുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ വീടുകൾക്ക് ഇവിടെ ഒരു കോമൺ കിണറാണ് വരുന്നത്. കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. മനോഹരമായ ചുറ്റുമതിലെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വിശാലമായ ഒരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഗേറ്റ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ കയറി വരുന്നത് വിശാലമായൊരു കവേഡോടുകൂടി വരുന്ന ഒരു കാർ പോർച്ചിലേക്കാണ്. ഇൻ്റർലോക്ക് കട്ടകളാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലെ മുറ്റത്തെല്ലാം ഏകദേശം 1.5 മീറ്ററോളം വീതി വരുന്ന മുറ്റമാണ് ഇവിടെ ലഭ്യമാവുക. അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇവിടെയെല്ലാം ചെറിയ രീതിയിലുള്ള ചെടികളെല്ലാം നട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റും ടൈലും ഉൾപ്പെടെ വരുന്ന രീതിയിലാണ് സിറ്റ് ഔട്ടിൻ്റെ നിർമ്മാണം. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും പ്ലാവും തേക്കുമാണ്. ഫ്രണ്ടിലെ ഡോർ നിർമ്മിച്ചിട്ടുള്ളത് തേക്കിലാണ്. ഡോറ് തുറന്ന് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ്. നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിങ് ഹാളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ടിരിക്കാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ലിവിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. 2 ഭിത്തിയിലും വലിപ്പമുള്ള ജനലുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഈ വീടുകളുടെ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളും BLDC ഫാൻ എല്ലാം കൊടുത്താണ് എല്ലാ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു TV യൂണിറ്റ് കാണാം. വാൾപേപ്പറും മൾട്ടിവുഡെല്ലാം ഉപയോഗിച്ചാണ് ആ ഒരു TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും പ്രവേശിക്കേണ്ടത് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്കാണ്. 5 അടി വലിപ്പത്തിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നേരെ ഡൈനിങ് ഹാളിലേക്ക് വരാം. ഈ കാണുന്ന ഭാഗമാണ് ഡൈനിങ് ഹാളായി ഉപയോഗിക്കുന്നത്. 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനെല്ലാം ഇവിടെയും കാണാം. ഈ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത്. കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. മനോഹരമായൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മനോഹരമായി നിർമ്മിച്ചിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും ഫാനെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഗ്രേ ആൻഡ് ഡാർക്ക് ഐവറി കളറിൽ വരുന്ന കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു കിച്ചൺ കൂടാതെ പുറത്തായി നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസും ലഭിക്കുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ വെക്കാവുന്ന രീതിയിലുള്ളൊരു ഗ്രിൽ വർക്കും അവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയാണ് ഈ വീടിൻ്റെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റോളം വരുന്ന ബെഡ്റൂം തന്നെയാണ്. സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും വരുന്നുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പറും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയെല്ലാം കൊടുത്താണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസും ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഗീസറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്റ്റെയറിൻ്റെ താഴെ നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വന്ന ഒരു വാഷ് കൗണ്ടറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡിലിനായി ടഫും ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിനും വുഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കയറി വരുമ്പോൾ അവിടെയെല്ലാം നല്ലൊരു ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മനോഹരമായൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ളൊരു ഹോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് വരാം. ഈ ബെഡ്റൂം അത്യാവശ്യം
താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ മോഡലിൽ കൺസീൽഡോടുകൂടി വരുന്ന കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയോടുകൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ അതേ പാറ്റേണിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ബാത്റൂം എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂമാണ്. ഇനി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ മാത്രം ദൂരത്തായി 3.5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 78 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ. ഇനി നമുക്ക് ഇവിടെ നിന്നും യൂട്ടിലിറ്റിയിലേക്ക് മാത്രമേ പോകാനുള്ളൂ. അപ്പോൾ മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന 9995101391 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.